അതെനിക്കിഷ്ടപ്പെട്ടു. അഹങ്കാരം കാണിച്ചിട്ട് എന്നെ പുകഴ്ത്തി സംസാരിക്കുന്നോ? ഇതൊക്കെ കേട്ടേ ഞാനങ്ങ് വീണു പോകുന്ന എപ്പോഴും അങ്ങ് വിചാരിക്കണ്ട. ഏട്ടാ, എനിക്ക് ഏട്ടനെ വിശ്വാസം. ഇന്നലത്തെ രാത്രി നമുക്ക് മറക്കാം. ഇനി അതിനെക്കുറിച്ച് ഓർക്കുക വേണ്ട. താൻ പറഞ്ഞു തന്നെ ശരി. മറക്കേണ്ടതൊക്കെ മറക്കുക തന്നെ വേണം. ഇപ്പൊ നമുക്ക് നമ്മുടെ കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പാ. ആ, ശ്രീദേവി എന്റെ ഉടനെ എത്തും. വന്നാൽ ഉടനെ നമുക്ക് ആ ഡോക്ടറെ പോയിന്ന് കാണണം. ഏട്ടാ, എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? ഹലോ, ആരാ? ആ, നീയായിരുന്നോ? ഇതെവിടുന്നാ? എത്ര കാലമായി നിന്നെ കണ്ടിട്ട്? അതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? ആണോ? ഏത് മാഗസിൻ? ഓ, അത് ശരി. ആ, അതേടാ. അച്ഛനാവാൻ പോകുന്നതിന്റെ ഒരു ത്രില്ലിലാ ഞാൻ. ഓ, കാണാം. നീ വന്നിട്ട് വിളിച്ചാ മതി. ഓക്കേടാ. സ്വാതി, ഇതിന്റെ ഒരു പഴയ കൂട്ടുകാരനാ. താൻ പ്രഗ്നന്റ് ആയ കാര്യം അറിഞ്ഞിട്ട് വിളിച്ചതാ. ഏതോ ഒരു ഫിലിം മാഗസീനില് ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു പോലും. ആക്ടർ നീൽ മഹേഷ് അച്ഛനാകാൻ പോകുന്നു. അല്ല സ്വാതി, തനിക്കെന്തോ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താ കാര്യം? അത് ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ല. ഞാൻ പിന്നെ പറയാം. ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടു. ശരി തന്നെ. പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് പിന്മാറാൻ പറ്റുമോ? സ്വാതി ഇറക്കാൻ പറ്റിയില്ലെങ്കിലേ വാങ്ങിച്ച പണം വേദയ്ക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും. ഞങ്ങൾ ആവുന്ന പോലെ നിർബന്ധിച്ചില്ലേ? പക്ഷേ ഗർഭിണിയായ സ്വാതിയെ വിടില്ലെന്ന് അച്ഛൻ പറഞ്ഞാ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? ഇതും പറഞ്ഞ് ഞാൻ വീട്ടിൽ കയറാൻ പറ്റില്ല. സാധാരണഗതിയിലാണെങ്കിൽ അത് പറ്റത്തില്ല. പക്ഷെ ഇതിപ്പോ ആവശ്യം നമ്മുടേതായി പോയില്ലേ? എന്ത് കളി കളിച്ചിട്ടായാലും സ്വാതിയെ ഇറക്കിയേ പറ്റൂ. അവളുടെ കള്ളഗർഭം പൊളിക്കാനുള്ള ഒരേ ഒരു വഴിയാ ഈ കബഡി കളി. അവൾക്ക് ഗർഭമില്ലെന്ന് നിങ്ങൾ മാത്രമല്ലേ പറയുന്നുള്ളൂ? മറ്റുള്ളവരൊക്കെ അത് സത്യമാണെന്ന് തന്നെ വിശ്വസിച്ചിരിക്കുമല്ലേ? അതെ, ആ വിശ്വാസം തന്നെയാ സ്വാതിയുടെ ബലവും. അത് നിങ്ങൾ തകർക്കണം. അവളെ എങ്ങനെയെങ്കിലും കളിക്കളത്തിൽ എത്തിക്കണം. അവളവിടെ എത്തിയ അവളെ കളത്തിലിറക്കുന്ന കാര്യം ഞാനും വേദയും ഏറ്റു. ഇനിയിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന ഗൗരി പറയുന്നത്? ഒരിക്കൽ കൂടി നിങ്ങൾ സ്വാതിയെ കാണണം, നിർബന്ധിക്കണം. ചാരിറ്റിയുടെ പേര് ആവർത്തിച്ചു പറയണം. മത്സരത്തിൽ സ്വാതിയുടെ ടീം ഉണ്ടായിരിക്കണം. കൊള്ളാം നിങ്ങളുടെ ബുദ്ധി. വേദയുടെ ടീമിനെ ആദ്യം ഫിക്സ് ചെയ്തു. അത് കഴിഞ്ഞ് എന്നെ വേദയ്ക്കെതിരെ ഇറക്കാനുള്ള ശ്രമം. രണ്ട് ശത്രുക്കൾ തമ്മിൽ തല്ലി ചോര ഒഴുകുമ്പോ ഇടയ്ക്ക് നിന്ന് ചോര കുടിക്കുന്ന ചെകുത്തന്മാരുടെ കഥ കേട്ടിട്ടുണ്ട്. അതേ ബുദ്ധി ഇവിടെ പ്രയോഗിക്കാൻ ആരാ നിങ്ങളെ ഉപദേശിച്ചു തന്നത്? ഗൗരിയോ അതോ വേദയോ? അതോ ഇനി രണ്ടുപേരും കൂടി ചേർന്നോ? എന്താ ആരും ഒന്നും പറയാത്തത്? മത്സരത്തിനൊരു വീറും വാശിയും വരട്ടെന്ന് വിചാരിച്ച വേദയുടെ ടീം ഇറങ്ങുന്നത്. അത് മനസ്സിലായി. മത്സരം ഞാനും വേദയും തമ്മിലാവുമ്പോ കാണുന്നവർക്കും അതൊരു രസമായിരിക്കും അല്ലേ? അത് കണ്ട് പൊട്ടിച്ചിരിക്കാനും പരിഹസിക്കാനും കളിയാക്കി ചിരിക്കാനും പിന്നെ ആരൊക്കെ വരും? സ്വാതി, നിങ്ങൾ തമ്മിലുള്ള ശത്രുതയൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിൽ ഞങ്ങൾ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല.
ടീമിനൊപ്പം കളിക്കാൻ ഇറങ്ങുന്നില്ലെങ്കിൽ വേണ്ട, പക്ഷേ അവിടം വരെ വന്ന് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചുകൂടെ? അതിലെന്താ നഷ്ടം? അതെ, പ്രോത്സാഹിപ്പിക്കാം. വേദയുടെ ടീമിന്റെ തോൽവി ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അച്ഛന്റെയും ഏട്ടന്റെയും അനുവാദം വേണം. അവര് സമ്മതിക്കാതെ ഞാൻ വരില്ല. നിനക്കെന്താ ഭയമാണോ സ്വാതി എന്നോട് എതിരിടാൻ? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ടീമിനെതിരെ നീയൊരു ടീമിനെ ഇറക്കി കാണിക്ക്. നീ പറയുന്ന വാക്ക് കേട്ട് എടുത്തു ചാടാനുള്ള ഭ്രാന്തൊന്നും ഈ സ്വാതിക്കില്ല. നീ ഭയന്നുപോയി. എന്റെ ടീമിൽ വടിവാൾ മേരിയും കൂട്ടുകാരുവാ. എല്ലാം നല്ല ഒന്നാന്തരം ക്രിമിനൽസാ. അവരോട് ഏറ്റുമുട്ടിയാ നീ തോറ്റുപോവും. നിന്നെ അവർ ഇടിച്ചു പിഴിയും. അത് വടിവാൾ മേരിക്ക് നല്ലതുപോലെ അറിയാം. അന്നാ ലോക്കപ്പിൽ വെച്ച് ഈ കൈയുടെ കരുത്ത് അവള് ശരിക്കും അറിഞ്ഞതാ. അതിന് പകരം വീട്ടാൻ കൂടിയാടി വടിവാൾ മേരി വരുന്നത്. പെണ്ണാണെങ്കിൽ അവർക്ക് മുമ്പിലേക്ക് നീ ഒന്ന് ഇറങ്ങി നോക്ക്. എന്നാ പിന്നെ നമുക്കങ്ങ് ഇറങ്ങാല്ലേ? സ്വാതി, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. വലിയ ധൈര്യശാലിയാണത്രേ. കഷ്ടം. അതെ, സ്വാതി ഏട്ടത്തി അങ്ങനെ കൊച്ചാക്കി മിടിക്കാവാൻ നോക്കല്ലേ വേദേ. വേണ്ടി വന്നാ നിന്റെ ടീമിനെതിരെ ഞങ്ങൾ ടീമിറക്കും. ചിലപ്പോ ആ ടീമിന്റെ ക്യാപ്റ്റൻ ദേ ഈ നന്ദിനി ആയിരിക്കും. കാണണോ നിനക്ക്? ഏട്ടത്തി, ഇവളുടെ മുന്നിൽ അങ്ങനെ തോറ്റു കൊടുക്കരുത്. അതിവളെപ്പോഴേ തോറ്റു. ഈ കള്ളഗർഭത്തിന്റെ കഥ പൊളിക്കാൻ തന്നെയാടി ഈ കബഡികളി മത്സരം. ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇറങ്ങ്. എന്നാലല്ലേ കളിക്കൊരു രസം ഉണ്ടാവൂ. ഏട്ടത്തി എന്തിനാ പേടിക്കുന്നേ? ഞാനില്ലേ കൂടെ. വടിവാൾ മേരിയെ മലർത്തി അടിക്കാൻ കഴിയുന്നവര് എന്റെ കയ്യില് വേറെ ഉണ്ട്. എടി, ഞങ്ങൾ മത്സരിക്കും. വേണ്ടി വന്ന ജയിക്കുകയും ചെയ്യും. എന്താടി ഇവള് പറഞ്ഞത് കേട്ട് കബഡി കളിക്കിറങ്ങാൻ ധൈര്യമുണ്ടോ നിനക്ക്? ഉണ്ടടി. ഈ സ്വാതി ഒറ്റയ്ക്ക് മതി നിന്റെ ഏത് സൈന്യത്തെയും നേരിടാൻ. അവളുടെ ഒരു വടിവാൾ മേരി കൊണ്ടുവാടി. അവളെയും അവളുടെ കൂട്ടുകാരികളെയും മലർത്തി അടിച്ചിരിക്കും ഈ സ്വാതി. ചെല്ലടി, ചെന്ന് നിന്റെ ഭൂതഗണങ്ങളെയും കൂട്ടി കബഡിക്കളത്തിലേക്ക് ഇറങ്ങ്. സ്വാതി വരും, വന്നിരിക്കും. വാക്കാണല്ലോ. ആണെങ്കി വന്ന് കൈ കൊടുക്ക. എടി, എന്റെ കൈ പിടിക്കാനുള്ള യോഗ്യത നിനക്കാവുമ്പോ ഞാൻ പറയാം. പോയി കബഡിക്ക് ആളെ കൂട്ട്. ടീം സ്വാതി ഇറങ്ങിയിരിക്കും. കാണാം. ഏട്ടത്തി. അതെ നന്ദിനി, ടീം സ്വാതി കബഡി കളിക്ക് ഇറങ്ങിയിരിക്കും. നീ തന്നെയാ ക്യാപ്റ്റൻ. ആ ദേ, നാളെയാ കബഡി കളി. അവിടെ തമ്മിലടിച്ച് മരിക്കുന്നത് സ്വാതിയും വേദയും. പക്ഷെ സ്വാതി കളിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. അതെങ്ങനെയാ? സ്വാതിയാട്ടത്തിൽ കളിക്കാൻ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു അച്ഛൻ ഒറ്റക്കാലി നിൽക്കില്ലേ? ഓ, അങ്ങനെയുള്ളൊരു കാര്യം. ആ നീലയിലാണെങ്കിൽ അമ്പിനും ബില്ലിനും അടുക്കുന്നുമില്ല.
ഇതിനിടയിൽ പിന്നെ നമ്മളായിട്ട് ഇനി എന്തോ ചെയ്യാനാ? എന്തോ ചെയ്യടി. എന്റെ അമ്മേ, നമ്മളായിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവും ചെയ്യണ്ട. കളിക്കളത്തിൽ ഇറങ്ങുമ്പോ സ്വാതിയെ പൂട്ടാൻ ആ വടിവാൾ മേരിക്കും സംഘത്തിനും ചില പ്രത്യേക സമ്മാനങ്ങൾ ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. അയ്യോ, വടിവാൾ മേരിയാ? വടിവാൾ കൊണ്ടൊക്കെയാണോ കബഡി കളിക്കാൻ ഇറങ്ങുന്നത്? ഓ, ഒന്നും മിണ്ടായിരിക്കടാ. ഇങ്ങനൊരു മൊണോണാഞ്ചൻ. അല്ല മോളെ, അവളുടെ ടീമിന്റെ ക്യാപ്റ്റൻ നന്ദിനിയല്ലേ? പിന്നെ ആ സ്വാതി എങ്ങനെ കളിക്കാൻ ഇറങ്ങുമെന്ന് എനിക്കറിയത്തില്ല. എന്റെ അമ്മേ, സ്വാതിക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റത്തില്ല. സ്വാതിയെ കളത്തിലിറക്കി കളിപ്പിക്കണമെന്ന് വേദ 3 തരം ഉറപ്പ് പറഞ്ഞിരിക്കുക. വേദ പറഞ്ഞ അത് അച്ചട്ട. ഇനി അഥവാ അവൾ ഇറങ്ങിയില്ലെങ്കിൽ സ്വാതിയുടെ ടീമിൽ ആരെങ്കിലും അപകടപ്പെടുത്താനുള്ള പദ്ധതി വേദ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നാ പകരക്കാരിയായിട്ട് സ്വാതിക്ക് ഇറങ്ങിയേ പറ്റൂ. അതെ ഗൗരിമോളെ, ദേ അങ്ങനെ ഇറങ്ങുവാണെങ്കിൽ അവളെ അവിടെ വെച്ചങ്ങ് തീർത്തേക്കണം. ഇല്ലെങ്കിലേ അവൾ എല്ലാത്തിനെയും തകർത്ത് തരിപ്പണമാക്കി കളയും. അതിനൊരിട വരുത്താതെ നീ നോക്കിക്കൊള്ളണം. ഒന്നും പറ്റിയില്ലെങ്കിൽ ഞാൻ ഇറങ്ങും. ഇറങ്ങാൻ പോണ്. നീ ആ വായിലിരിക്കുന്ന ആദ്യം ഇറക്കാൻ നോക്ക്. ഓ ഓ, ആനക്കാരത്തിനിടയ്ക്ക് അവന്റെ ഒരു ചേനക്കാരി. ഗൗരി, ദേ നീ കളിക്കിടയ്ക്ക് സൂക്ഷിച്ചും കണ്ടുമൊക്കെ നിൽക്കണം. കലി കയറിയ കണ്ണുപോലും കാണാത്ത ആളാണ് സ്വാതി. അവളുടെ കയ്യിലെങ്ങാനും കിട്ടിയാൽ പിന്നെ ഒരർമാദവും കാണത്തില്ല. നിന്നെ അവൾ ഒടിച്ച് മടക്കി ചുരുട്ടിയാൻ കളയും. പാണ്ടിലോറിക്ക് അടിക്ക് കയറിയ തവളേക്കണക്കായിരിക്കും നിന്റെ അവസ്ഥ. എനിക്ക് ഒരു പേടിയില്ല. സ്വാതിയെ എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് ഞങ്ങള് തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. അത് മറികടന്ന് ജയിച്ചു വരാൻ സാധിക്കുമെങ്കിൽ അവള് ജയിച്ചു വരട്ടെ. ഇത് പറ്റില്ല. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാനിതിന് സമ്മതിക്കില്ല. ആദ്യമേ തന്നെ ഞാനവരെ പറഞ്ഞയച്ചതല്ലേ സ്വാതി. കബഡി കളി മത്സരത്തിന് പോയിട്ടും ആവശ്യമില്ലാതെ ഈ വീടിന്റെ പുറത്തിറങ്ങാൻ പോലും തന്നെ ഞാൻ സമ്മതിക്കില്ല. എന്റെ വല്യച്ഛ, സ്വാതിയേട്ടത്തി കബഡി കളിക്കുന്നില്ല. ടീമിന്റെ ക്യാപ്റ്റൻ ഞാനാ. മത്സരിച്ച് ജയിക്കേണ്ടത് വേദയുടെ ടീമിനോടാ. തോറ്റ ആകെ നാണക്കേടാ. പക്ഷേ ആ ആളുകൾക്കിടയിൽ എവിടെയെങ്കിലും ഏട്ടത്തിയുടെ തലവെട്ടം കണ്ടാ മതി, സാന്നിധ്യം മതി. ഞങ്ങൾ ജയിക്കും വല്യച്ഛ. സ്വാതി, ഇവളുടെ കുട്ടികളിക്ക് നീ കൂട്ടു നിൽക്കരുത്. എല്ലാ കാര്യത്തിലും പക്വതയോടെ പെരുമാറുന്ന നീ ഈ കാര്യത്തിൽ മാത്രം എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? വാശിയല്ല അച്ഛാ, വേദയ്ക്ക് മുന്നിൽ തോറ്റുകൊടുക്കാൻ ഒരു മടി. അല്പം തല താഴ്ന്നു പോയാൽ എന്റെ തോളിൽ ചവിട്ടി തലയിൽ കയറി താണ്ഡവം നടത്തും വേദ. അതുകൊണ്ട് അച്ഛാ, ഞാൻ കളിക്കാൻ ഇറങ്ങില്ല. ഇത് ഞാൻ അച്ഛന് തരുന്ന വാക്കാ. ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പ്. അച്ഛാ, ഇനിയിപ്പോ അച്ഛൻ സമ്മതിച്ചാലും ഞാൻ സമ്മതിക്കില്ല. സ്വാതി, ദേ ഇത് കളി വേറെയാ. തന്റെ അഭിമാനത്തിന് വേണ്ടി പണയം വെക്കാനുള്ളതല്ല എന്റെ കുഞ്ഞിന്റെ ജീവൻ. ഏട്ടാ, ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കുക. മത്സരത്തിനേക്കാൾ വലുതായി ഇതിലൊരു ചാരിറ്റി ഉണ്ട്. ഒരു ക്യാൻസർ പേഷ്യന്റിനെ ചികിത്സിക്കാൻ വേണ്ടിയാ ഈ മത്സരം നടത്തുന്നത് തന്നെ. ഏട്ടാ, ക്യാപ്റ്റൻ ഞാനല്ലേ. ഏട്ടത്തി കളിക്കാൻ ഇറങ്ങില്ല, ഉറപ്പ്. ഇനിയെങ്കിലും സമ്മതിക്കേട്ടാ, പ്ലീസ്. ആദ്യം ഞാൻ ഡോക്ടർ എന്നെ വിളിച്ച് സംസാരിക്കട്ടെ, എന്നിട്ട് ആലോചിക്കാം വേണോ വേണ്ടോ എന്ന്. സ്വാതി, മോള് വിഷമിക്കണ്ട. വേദയുടെ മുമ്പിൽ നിന്റെ അഭിമാനം അടിയറവ് വെക്കേണ്ട കാര്യമൊന്നുമില്ല. അവനോട് ഞാൻ സംസാരിക്കാം. പക്ഷേ സമ്മതിക്കുമെന്ന് ഒരുറപ്പുമില്ല. ഒന്ന് ശ്രമിക്കാം. എനിക്ക് വല്ലാത്ത ഭയമുണ്ട് നന്ദിനി. വെറുതെ പറഞ്ഞൊരു കളവ് ഇപ്പൊ എന്റെ ജീവിതം തകർക്കാൻ പോകുന്നത് നീ കണ്ടില്ലേ? ഞാൻ കാരണമല്ലേ ഇതെല്ലാം സംഭവിച്ചത്. എല്ലാരോടും ഞാൻ സത്യം തുറന്നു പറയട്ടെ. എന്റെ ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങിക്കോളാം. ഇല്ല, ഇനി ആരോടും ഒന്നും പറയാനുള്ള അവസരം നമുക്കില്ല. കൊടുങ്കാറ്റിൽപ്പെട്ട പായ് വഞ്ചി പോലെയാ നമ്മളിപ്പോ. എവിടെയെങ്കിലും ചെന്നിടിച്ച് ഇത് തകരും. അതിനിടയിലെ അല്പസമയം മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യില്. എന്തായാലും ഈ കബഡി കളിയിൽ നിന്ന് പിന്നോട്ട് പോവാൻ നമുക്കിനി പറ്റില്ല. എത്ര മണിക്കാ
നമ്മുടെ ടീം അംഗങ്ങളുമായി മീറ്റിംഗ് വെച്ചിരിക്കുന്നത്? 4 മണിക്ക്. ആദ്യം നമുക്കവരെ കാണാം. ബാക്കിയൊക്കെ വരുന്നത് പോലെ വരട്ടെ. നിങ്ങളോട് എനിക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. അതുകൊണ്ടാ നിങ്ങളെ നേരിട്ട് കാണണമെന്ന് ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ, അവരെന്താ വരാത്ത? അവരൊക്കെ വേറെ പല ജോലികളുള്ളവരാ. അതുകൊണ്ടാ ഞങ്ങൾ വന്നത്. പറയും മാഡം, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? പറയൂ മാഡം, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? പറയും. അതിനു മുമ്പ് ഈ കളിയെക്കുറിച്ച് നിങ്ങൾ വിശദമായി അറിഞ്ഞിരിക്കണം. ഇത് വെറുമൊരു കബഡികളി മാത്രമല്ല, ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. എന്ത് തന്നെ സംഭവിച്ചാലും നിങ്ങൾ എന്റെ കൂടെ ഉറച്ചു നിൽക്കണം. വടിവാൾ മേരി എന്ന ക്രിമിനലാണ് അവരുടെ ടീമിന്റെ ക്യാപ്റ്റൻ. വടിവാൾ മേരിയോ? അതാരാ? അവരൊരു സ്ഥിരം കുറ്റവാളിയായ സ്ത്രീയാണ്. വേദയും ആ ACP വൈശാഖിയും കൂടിയാ അവരെ ഈ കബഡികളിയിൽ ഇറക്കുന്നത്. അതുമാത്രമല്ല, വടിവാൾ മേരിക്ക് ഏട്ടത്തിയോട് മറ്റൊരു വൈരാഗ്യം കൂടിയുണ്ട്. മാഡവും വടിവാൾ മേരിയും തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? ഉണ്ട്. ഞങ്ങള് തമ്മില് ചെറിയൊരു കണക്ക് ബാക്കിയുണ്ട്. അന്നു മുതൽ എന്നോട് പകരം വീട്ടാൻ വേണ്ടി കാത്തിരിക്കോ. ആ വൈരാഗ്യം ഈ കളിയില് അവള് പ്രകടമാക്കുക തന്നെ ചെയ്യും. കബഡിക്കളത്തിൽ വെച്ച് സ്വാതിയേട്ടത്തെ ഇല്ലാതാക്കാനായിരിക്കും അവര് ശ്രമിക്കുന്നത്. അതിനെയാണ് നമ്മൾ ചെറുത്ത് തോൽപ്പിക്കേണ്ടത്. അപ്പോ സ്വാതി മാഡത്തിന്റെ ഗർഭം യഥാർത്ഥമല്ലെന്നാണോ പറയുന്നത്? അല്ല, അതൊരു അബദ്ധം പറ്റിയതായിരുന്നു. പക്ഷേ പിന്നീട് അതിന്റെ സത്യം പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സമയം കിട്ടിയില്ല. ആണോ? ഈ കബഡി കളിയിൽ അത് തെളിയിക്കാനുള്ള പുറപ്പാടില്ല വേദയും ഗൗരിയും. കളിക്കിടയിൽ മാഡത്തിന് ഒന്നും ചെയ്യാൻ അവർക്ക് കഴിയില്ല. അതിന് കളിക്കാൻ ഞാൻ ഇറങ്ങുന്നില്ല. പക്ഷേ നിങ്ങളിൽ ആർക്കെങ്കിലും ഇടയ്ക്ക് പരിക്ക് പറ്റിയാ എനിക്ക് കളിക്കാൻ ഇറങ്ങേണ്ടി വരും. അതുണ്ടാവാതിരിക്കാൻ ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഓ, അങ്ങനെ വരട്ടെ. ഇപ്പോഴല്ലേ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായത്. മാഡം പേടിക്കണ്ട. വടിവാൾ മേരിയുടെ ചെകുത്താൻ സംഘത്തെ നമ്മൾ തോൽപ്പിച്ചിരിക്കും. തോൽപ്പിച്ചാൽ മാത്രം പോരാ, അവനവന്റെ സ്വയം രക്ഷ കൂടി ഉറപ്പുവരുത്തണം. കളിക്കിടയിൽ നിങ്ങൾക്ക് അപകടം വരുത്താൻ അവർ ശ്രമിക്കും. ആ റിസ്ക് ഈ കളിയിൽ നിങ്ങൾക്കുണ്ട്. കബഡികളി മരണക്കളിയായി മാറുന്നതിന് മുമ്പ് അവരെ തോൽപ്പിച്ചിരിക്കണം. ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? മനസ്സിലായി മാഡം. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം. നമ്മുടെ കൂട്ടത്തിൽ ആരും ക്രിമിനലുകളില്ല. പക്ഷേ വടിവാൾ മേരിയെ തറ പറ്റിക്കാനുള്ള കരുത്ത് ഞങ്ങൾക്കുണ്ട്. ഈ കബഡി കളിയിൽ സ്വാതിക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ, വിജയം മാത്രം. അപ്പോ അങ്ങനെ അവളെ നമ്മൾ പൂട്ടി അല്ലേ മോളെ? അതെ, മത്സരത്തിനിറങ്ങാതെ അവക്കിനി വേറെ മാർഗമൊന്നുമില്ല. അല്ല, വേദമോളെന്താ മിണ്ടാതിരിക്കുന്നത്? മത്സരത്തിൽ നമ്മൾ വിജയിച്ചില്ലേ? ഇല്ലമ്മായി, നമ്മുടെ വിജയം പൂർണ്ണമായിട്ടില്ല. അവളെ സമ്മതിച്ചില്ലേ? പിന്നെ ഇനി എന്താ പ്രശ്നം? ഇപ്പൊ തന്നെ നമ്മൾ ജയിച്ചിടി മോളെ. ഇല്ലമ്മായി, സ്വാതി അവൾക്കൊരു ടീം ഉണ്ടാവുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവളുടെ ടീമിന്റെ ക്യാപ്റ്റൻ നന്ദിനിയാണ്. നന്ദിനിയുടെ നേതൃത്വത്തിൽ ഒരു ടീം മാത്രം. അതിൽ കളിക്കാൻ ചിലപ്പോ സ്വാതി ഉണ്ടാവണമെന്നില്ല. ഉണ്ടാവില്ലെന്നോ? അപ്പോ നമ്മൾ ഇതുവരെ ചെയ്തതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയോ? അങ്ങനെ ആകാതിരിക്കണമെങ്കിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കണം. ഈ മത്സരത്തിന്റെ ഒരു കടമ്പ മാത്രമേ കടന്നിട്ടുള്ളൂ. നീ ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്? സ്വാതി കളിക്കളത്തിലെത്തും, പക്ഷേ കളിക്കണമെന്നില്ല. എന്നാൽ നമുക്കവളെ കബഡി ടീമിനകത്ത് കളിക്കളത്തിൽ കിട്ടിയേ തീരൂ. അല്ല, അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യണമെന്നാ വേദ പറയുന്നത്? അവളെ കളിക്കളത്തിലിറക്കാൻ വേദയുടെ കയ്യിലൊരു മരുന്ന് കരുതിയിട്ടുണ്ടെന്നല്ലേ നീ എന്ന് പറഞ്ഞത്? അതെടുത്ത് അങ്ങോട്ട് പ്രയോഗിക്കുക.
അത് ഞാൻ പ്രയോഗിക്കും. അവളെ വീഴ്ത്താൻ അതല്ലാതെ മറ്റു മാർഗം ഇല്ലെങ്കിൽ അവസാനത്തെ ആയുധമായി ഞാനത് പ്രയോഗിക്കും. മോളെ, എന്താടി മോളെ അത്? കുറെ നേരമായിട്ട് നീ ആയുധത്തിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ. എന്താ നിന്റെ കയ്യിലുള്ള ആയുധം? പറ. ലോകത്തിൽ ആരും ഉപയോഗിക്കാൻ മടിക്കുന്ന ഒരായുധം. ചിലപ്പോ കുറച്ച് ചീപ്പായി പോവും. പക്ഷേ ഇവിടെ എത്ര ചീപ്പായ ആയുധം ഉപയോഗിച്ചായാലും എനിക്ക് അവളെ ജയിച്ചേ പറ്റൂ. അതാണ്